الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد للرجال نصيب مما ترك الوالدان والأقربون وللنساء وللنساء نصيب مما ترك الوالدان والأقربون مما قل منه أو كثر نصيبا مفروضا صدق الله مولانا ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതത്തിൽ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാനും മുഅ്മിനായി മരിക്കാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിനെ അല്ലാഹു നമ്മുടെ അനുകൂല സാക്ഷിയാക്കി മാറ്റുമാറാകട്ടെ. ബേപ്പൂർക്കാരനായ മലയാള സിനിമയിലെ ഹാസ്യ കഥാപാത്രമായിരുന്ന പരേതനായ മാമുക്കോയ നാടകങ്ങളിലൂടെയാണ് സിനിമയിലേക്ക് വന്നത്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് ധാരാളം നാടകങ്ങൾ അദ്ദേഹം നാടകവേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ചില നാടകങ്ങളൊക്കെ അതിൻ്റെ ഒന്നാം വേദിയിൽ തന്നെ ചരമമടഞ്ഞു പോയിട്ടുമുണ്ട്. അത്തരത്തിലുള്ളൊരു നാടകമാണ് അതിശക്തമായ മുസ്ലിം സമുദായത്തിൻ്റെ എതിർപ്പിനെ തുടർന്ന് അവസാനിപ്പിക്കേണ്ടി വന്ന വി മുഹമ്മദ് എഴുതിയ മനുഷ്യൻ എന്ന് പറയുന്ന നാടകം. അതിൻ്റെ രചയിതാവ് വി മുഹമ്മദാണ്. മാമുക്കോയ അടങ്ങുന്ന ഒരു ടീമാണ് അത് അവതരിപ്പിച്ചത്. ഇസ്ലാമിക ശരീഅത്തിനെ പരിഹസിക്കുന്നതും അവഹേളിക്കുന്നതും ആയതുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ടായ അതിശക്തമായ എതിർപ്പിനെ തുടർന്നാണ് മാമുക്കോയ്ക്ക് തൻ്റെ നാടകം അവസാനിപ്പിക്കേണ്ടി വന്നത്. അതായത് വാപ്പ ജീവിച്ചിരിക്കുമ്പോൾ മകൻ മരിച്ചുപോയാൽ മരണപ്പെട്ട മകൻ്റെ മക്കൾക്ക് വല്യാപ്പയുടെ സ്വത്തിൽ അവകാശമില്ല എന്നുള്ളതാണ് ഇസ്ലാമിക ശരീഅത്ത്. ഈ നിയമത്തെ പരിഹസിച്ചുകൊണ്ടായിരുന്നു മാമുക്കോയ മനുഷ്യൻ എന്ന നാടകം അവതരിപ്പിച്ചത്. ഒരു കുടുംബത്തിലെ മൂത്ത മകൻ, അദ്ദേഹം ക്ഷയരോഗിയാണ്. അങ്ങനെ ക്ഷയരോഗിയായ മനുഷ്യൻ മരണാസന്നനായ സമയത്ത് അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, 2 കൊച്ചുമക്കളുണ്ട്. അപ്പൊ അദ്ദേഹം ചിന്തിച്ചു, എനിക്ക് എൻ്റെ ജീവിതകാലത്ത് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ഒന്നും സമ്പാദിച്ചു വെക്കാനായില്ല. എൻ്റെ രോഗം അതിനനുവദിച്ചില്ല. ഞാനിപ്പോ മരണപ്പെട്ടു പോയാൽ എൻ്റെ വാപ്പയുടെ സ്വത്തിൽ നിന്നും എൻ്റെ 2 കൊച്ചുമക്കൾക്കും എൻ്റെ ഭാര്യയ്ക്കും ഒന്നും കിട്ടൂല. അതെൻ്റെ സഹോദരങ്ങൾക്കാണ്. എൻ്റെ കുടുംബം അനാഥമാണ്. എന്നാൽ ഞാനിരിക്കുമ്പോൾ വാപ്പ മരിക്കുകയാണെങ്കിൽ എൻ്റെ വാപ്പയുടെ സ്വത്തിൻ്റെ അവകാശം എൻ്റെ 2 കൊച്ചുമക്കൾക്കും എൻ്റെ ഭാര്യയ്ക്കും കിട്ടും. അവരെൻ്റെ ശേഷവും സ്വസ്ഥമായി ജീവിച്ചു കൊള്ളും. അപ്പം അദ്ദേഹം കണ്ടെത്തിയ വഴി അദ്ദേഹം ജീവിച്ചിരിക്കെ വാപ്പയെ മരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ക്ഷയരോഗിയായ മൂത്ത മകൻ തൻ്റെ വാപ്പയെ കൊന്നത് തൻ്റെ മക്കൾക്ക് അവകാശം കിട്ടാൻ വേണ്ടിയാണ്, അല്ലാതെ വഴിയില്ല. കാരണം ഇസ്ലാമിക ശരീഅത്ത് ആ കൊച്ചുമക്കൾക്ക് സ്വത്ത് കൊടുക്കാൻ അനുവദിക്കുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ മുന്നിൽ ഇതേ വഴിയുള്ളൂ, വാപ്പയെ കൊല്ലുക. കേസ് കോടതിയിലെത്തി. അദ്ദേഹം കോടതിയിൽ പറഞ്ഞു, നിസ്സഹനായ മനുഷ്യൻ പറഞ്ഞു, 3 ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഒരു ജീവൻ ഞാൻ കളഞ്ഞത്. കോടതി അദ്ദേഹത്തിന്റെ ഭാഗം ശരിവെച്ചു. അദ്ദേഹം പറയുന്നത് ശരിയാണ്, 3 ജീവൻ രക്ഷിക്കാനാണ് അദ്ദേഹം ഒരു ജീവൻ കളഞ്ഞത്. അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടു.
ഇതാണ് നാടകം. നാടകം ഒന്നാം വേദിയിൽ അരങ്ങേറിയപ്പോൾ തന്നെ കേരളീയ മുസ്ലിം പണ്ഡിതന്മാർ അതിശക്തമായി നാടകത്തെ എതിർത്തു. നാടകം ഇസ്ലാമിക ശരീഅത്തിനെതിരെ കൊഞ്ഞനം കുത്തുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം പണ്ഡിതന്മാർ ഒന്നടങ്കം രംഗത്ത് വന്നു. കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചു ഈ നാടകം. അന്ന് നാടകത്തെ അനുകൂലിച്ച കേരളത്തിലെ ഏക പണ്ഡിതൻ CN അഹമ്മദ് മൗലവിയാണ്. നിങ്ങൾക്ക് പരിചയമുണ്ടാകും. അദ്ദേഹം മുജാഹിദ് പ്രവർത്തകനാണ്, മുജാഹിദ് വിഭാഗത്തിലെ പണ്ഡിതനാണ്. കേരളത്തിൽ ആദ്യമായി മലയാള ഭാഷയിൽ പരിശുദ്ധ ഖുർആനിന് പരിഭാഷ ഇറക്കിയതും CN അഹമ്മദ് മൗലവിയാണ്. അദ്ദേഹം കേരള മാപ്പിള കലാസാഹിത്യ അക്കാദമിയുടെ മെമ്പറായിരുന്നു, പുരോഗമനവാദിയായിരുന്നു. ആ നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞത്, ഇത് ഖുർആനിനെ പരിഹസിക്കുന്നതാണെങ്കിൽ പോലും അതിൻ്റെ സന്ദേശം നല്ലതാണ്. 3 ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരാളെ കൊല്ലുക എന്നുള്ള സന്ദേശം നല്ലതാണ്. അതുകൊണ്ട് ആ നാടകം ആകാമെന്നായിരുന്നു CN അഹമ്മദ് മൗലവിയുടെ നിലപാട്. ഏതായിരുന്നാലും നാടകം തുടരാൻ കഴിഞ്ഞില്ല. ശക്തമായ എതിർപ്പ് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഞാനൊരു ആമുഖം പറഞ്ഞു വെച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ദായക്രമവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി മരണപ്പെട്ടാൽ അയാളുടെ സ്വത്ത് അനന്തരാവകാശികളുടെ ഇടയിൽ ഓഹരി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പരിശുദ്ധ ഖുർആനിൻ്റെ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമവശങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ് ഞാനൊരു സംഭവം പറഞ്ഞു വെച്ചത്. ഇത് വളരെ നേരത്തെ തന്നെ ചർച്ച ചെയ്യേണ്ടതും സമുദായം ഇതിനെക്കുറിച്ച് പഠിച്ചിരിക്കേണ്ടതുമായൊരു കാര്യമാണ്. എന്നാൽ സമുദായത്തിൽ ഏറെ ചർച്ചയില്ലാത്തൊരു കാര്യമാണ്. കാരണം ഇന്ന് പല കുടുംബങ്ങളിലും ഈ വിശുദ്ധ റമദാനിൽ പോലും ഇവിടെ അടക്കം, കൃത്യമായ അറിവുള്ളതുകൊണ്ട് പറയുന്നത്, ഇവിടെ അടക്കം പല ജ്യേഷ്ഠാനുജന്മാരും പിണങ്ങിക്കഴിയുന്നതിൻ്റെ പിന്നിൽ ഈ സ്വത്ത് തർക്കമാണ്. വാപ്പ മരിച്ചപ്പോൾ, ഉമ്മ മരിച്ചപ്പോൾ സ്വത്ത് വീതം വെക്കുന്നതുമായി ഉണ്ടായ തർക്കത്തിന്റെ പേരിലാണ് ഈ റമദാനിൽ പോലും പല ജ്യേഷ്ഠാനുജന്മാർക്കും പല സഹോദരി സഹോദരന്മാർക്കും സംസാരിക്കാൻ കഴിയാതെ പിണങ്ങിക്കഴിയേണ്ടി വരുന്നത്, അനുജന്റെ വീട്ടിൽ കല്യാണത്തിന് പോകാതിരിക്കേണ്ടി വരുന്നത്, കാലാകാലം ശത്രുക്കളായി കഴിയേണ്ടി വരുന്നത് വാപ്പ മരിച്ചത് മുതലാണ്, ആ സ്വത്ത് വീതം വെച്ചത് മുതലാണ്. ഏറെക്കുറെയൊക്കെ സമുദായത്തിലെ പിണക്കങ്ങളുടെ കാരണം സ്വത്തിന്റെ വീതം വയ്പ്പാണ്. അത് നിങ്ങൾക്കും ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനാസ മുന്നിൽ വെച്ച് നമ്മൾ ചെയ്യുന്നൊരു പ്രാർത്ഥനയുണ്ട്. പാപ്പയുടെ ഉമ്മയുടെ ജനാസ മുന്നിൽ വെച്ച് 4ാമത്തെ തക്ബീറിന് ശേഷം നിർബന്ധമല്ലെങ്കിൽ പോലും നമ്മൾ ചെയ്യാറുള്ളൊരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ലാ തഹരിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു. എന്തതിനർത്ഥം? അല്ലാഹുമ്മ അല്ലാഹു ലാ തഹരിംനാ അജ്റഹു, ഞങ്ങൾ ഈ ചെയ്ത കാര്യങ്ങളുടെ ഒന്നും കൂലി ഞങ്ങൾക്ക് നീ തടയരുത്. പാപ്പയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന നമസ്കാരം ഉൾപ്പെടെയുള്ള ഒന്നിൻ്റെയും കൂലി ഞങ്ങൾക്ക് തടയരുത്, അതിൻ്റെ കൂലി ഞങ്ങൾക്ക് കിട്ടണം. മയ്യിത്ത് സംസ്കരണം 2 ഖീറാത്ത് കൂലിയുള്ള ഒരു കാര്യമാണ്. ജനാസ കബറടക്കപ്പെടും വരെ അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ 2 ഖീറാത്ത് കൂലി കിട്ടും. ഒരു ഖീറാത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഉഹദ് മലയോളം വലിപ്പമുള്ള കൂലിയാണ്. അല്ലാഹുമ്മ ലാ തഹരിംനാ അജ്റഹു, ഇതിൻ്റെ കൂലി ഞങ്ങൾക്ക് നീ തടയരുത്. വലാ തഫ്തിന്നാ ബഅദഹു, വാപ്പ പോവുകയാണ്, അല്പം കഴിഞ്ഞ വാപ്പ കബറിലാണ്. ഈ വാപ്പയ്ക്ക് ശേഷം മക്കളായ ഞങ്ങൾക്കിടയിൽ നീ ഫിത്തന ഉണ്ടാക്കരുത്, പിണക്കം ഉണ്ടാക്കരുത്. വാപ്പ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളെല്ലാം ഒന്നായിരുന്നു, സഹോദരങ്ങളായിരുന്നു, ഒറ്റക്കെട്ടായിരുന്നു. വാപ്പ പോയി, ഇനി വലാ തഫ്തിന്നാ ബഅദഹു, ഞങ്ങൾ മക്കൾക്കിടയിൽ നീ ഭിന്നത ഉണ്ടാക്കരുത്. ആ ഭിന്നത ഉണ്ടാകാനുള്ള കാരണം ഈ സ്വത്ത് തർക്കമാണ്. വഗ്ഫിർ ലനാ വലഹു, ഞങ്ങൾക്കും ഈ വാപ്പയ്ക്ക് നീ പുറത്തു കൊടുക്കണേ. ഈ പ്രാർത്ഥന പറഞ്ഞിട്ടാണ് വാപ്പയെ അവസാനമായി കബറിലേക്ക് വെക്കുന്നത്. അപ്പോ സ്വത്തിന്റെ പേരിൽ ഉണ്ടാകാനുള്ള ഒരു തർക്കത്തെ ജനാസ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിച്ച് അതില്ലാതാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. മരിച്ചാൽ പോലും എൻ്റെ മയ്യത്ത് കാണിക്കരുതെന്ന് വസിയത്ത് ചെയ്ത മക്കളെ എനിക്കറിയാം. എൻ്റെ ജനാസ കാണിക്കരുത് എന്ന്, ജ്യേഷ്ഠനെ കാണിക്കരുത് എന്ന് വസിയത്ത് ചെയ്ത് ജീവിക്കുന്ന ആളുകളെ എനിക്കറിയാം.
പ്രശ്നം സ്വത്ത് തർക്കമാണ്. ഈ തർക്കം എന്നാണ് തീരുക? അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഇർത്ത് പോലെ വിശദീകരിച്ചൊരു വിഷയമില്ല. അനന്തര സ്വത്തിന്റെ വിതരണം എങ്ങനെയായിരിക്കണമെന്ന് ഖുർആൻ വിശദീകരിച്ചതുപോലെ ഞാൻ അറിഞ്ഞിടത്തോളം ഖുർആൻ ഒരു വിഷയം വിശദീകരിച്ചിട്ടില്ല. അതുകൊണ്ട് മദ്ഹബിന്റെ ഇമാമിയങ്ങളുടെ ഇടയിൽ ഈ വിഷയത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളില്ല, ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളേ ഉള്ളൂ. കാരണം ഖുർആൻ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. ഖുർആൻ ഒരു കാര്യത്തിന്റെ നിയമം പറഞ്ഞാൽ പിന്നെ അതിനകത്ത് മദ്ഹബിന്റെ ഇമാമിയങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ടതില്ല. 5 നേരമാണ് നമസ്കാരം എന്ന് പോലും പറയാത്ത ഖുർആനാണ് സ്വത്ത് എങ്ങനെ കൃത്യമായി വിതരണം ചെയ്യുന്ന കൃത്യമായി അത് പറഞ്ഞു വച്ചിട്ടുണ്ട്. അത് നമ്മളത് നടപ്പിലാക്കിയാൽ മാത്രം മതി നമുക്കിടയിലുള്ള ഈ പിണക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അവസാനിക്കും. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് എന്നോട് പറയുന്നത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഹദീസ് ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദുനിയാ ജീഫത്തുൻ വതാലിബുഹാ കിലാബ്. ദുനിയാവ് എന്ന് പറയുന്നത് ചവമാണ്, അതിൻ്റെ പുറകെ തേടിപ്പോകുന്നവൻ പട്ടികളാണ്. അർഹതയില്ലാത്തതൊക്കെ വാരിക്കൂട്ടാൻ വേണ്ടി ദുനിയാവിന്റെ പുറകെ ഓടി നടക്കുന്ന ആളുകൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് കിലാബുൻ, അവർ പട്ടികളാണ്. അതുകൊണ്ട് ഈ ശവത്തെ വാരിക്കൂട്ടാൻ വേണ്ടി, അർഹതയില്ലാത്തത് വാരിക്കൂട്ടാൻ വേണ്ടി പുറകെ ഓടണ്ട. അവനവന് വിധിച്ചതെന്തോ, അവനവൻ അർഹതപ്പെട്ടതെന്തോ അത് മതിയെന്ന് ചിന്തിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. അതുകൊണ്ട് അന്യന്റെ മുതൽ തിന്നരുതെന്ന് മാത്രമല്ല ഖുർആൻ പറഞ്ഞത്, അന്യന്റെ മുതൽ ആഗ്രഹിക്കുക പോലും ചെയ്യരുത്. മറ്റൊരാളുടേത് ആഗ്രഹിക്കുക പോലും ചെയ്യരുതെന്ന സന്ദേശം പഠിപ്പിച്ച ഒരു മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. നമുക്കെങ്ങനെയാണ് മറ്റൊരാളുടെ അനന്തര സ്വത്ത് അനർഹമായി വെട്ടിത്തിന്നാൻ കഴിയുക? അതുകൊണ്ട് ഈ രംഗത്ത് നടക്കുന്ന ചില കൊള്ളരുതായ്മകളുണ്ട്. ഞാൻ ഈ വിഷയത്തെ നാഷണൽ ഹൈവേ കട പോവുള്ളൂ, കുറഞ്ഞ പോക്കറ്റ് റോഡിലേക്കൊന്നും കയറൂല. പറഞ്ഞാൽ ഡീപ്പായിട്ടുള്ളൊരു ചർച്ചയില്ല, അതിന് കഴിയുന്നൊരു സദസ്സുമല്ല. അതിന് കൃത്യമായ ബോർഡും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാകേണ്ടി വരും. ഞാൻ അതിൻ്റെ ഒരു ഔട്ട്ലൈനാണ് മൊത്തത്തിൽ പറയാൻ പോകുന്നത്. ഉള്ളിലേക്ക് ഇറങ്ങിയുള്ള ഒരു ചർച്ച അല്ലേ, അത് വിശദമായൊരു ചർച്ചയാണ്. അതിങ്ങനൊരു സദസ്സിൽ പറ്റിയതുമല്ല. അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ അത്യാവശ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഔട്ട്ലൈൻ ഇൻഷാ അല്ലാഹ് വിഷയത്തിൽ നമുക്ക് തരാൻ കഴിയും. സ്വത്തുമായി ബന്ധപ്പെട്ടിന്ന് നടക്കുന്ന തട്ടിപ്പുകൾ, ഒന്നാമതായിട്ട് വാപ്പയോ ഉമ്മയോ മരിച്ചു കഴിഞ്ഞാൽ ആ അനന്തര സ്വത്തിന് വർഷങ്ങളോളം വീതം വയ്ക്കാതെ ഒരാൾ തന്നെ കൈയടക്കി വെക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഗുരുതരമായ ഒരു തെറ്റ്. ഒരാളുടെ മരണം സംഭവിച്ചാൽ ആ മരണം സംഭവിച്ചതോടുകൂടി അവകാശികൾക്ക് അതിൻ്റെ അവകാശം വന്നു കഴിഞ്ഞു. വീതം ചെയ്യേണ്ടതില്ല. വീതം ചെയ്യുന്ന സമയം മുതലല്ല അവകാശം വരിക, മരണം സംഭവിച്ച ആ സെക്കൻഡ് മുതൽ അവകാശികൾക്ക് ആ സ്വത്തിലുള്ള അവകാശം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. ഈ വീതം വയ്ക്കാനൊന്നും നിൽക്കണ്ട. എന്നിരിക്കെ ഈ മരണം സംഭവിച്ച് വർഷങ്ങളോളം അത് വീതം വയ്ക്കാതെ ഒരാൾ കൈയടക്കി വെക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന ആദായങ്ങളും ആനുകൂല്യങ്ങളും സ്വന്തമായി ഉപയോഗിക്കുകയും ചെയ്യുന്നത് ക്രൂരതയാണ്, അവകാശികളോട് ചെയ്യുന്ന ക്രൂരതയാണ്. പിന്നെന്ത് വേണം? ആ സ്ഥലത്തിൽ അതിൽ എല്ലാവർക്കും തുല്യ അവകാശമാണ്. അതിൽ നല്ല തേങ്ങ പറിക്കുന്നെങ്കിൽ അവകാശികൾക്കെല്ലാം അതിൻ്റെ ഓഹരി അനുസരിച്ച് കിട്ടണം. അതിൽ നല്ല റബ്ബർ ഷീറ്റ് എല്ലാ അവകാശികൾക്കും മരണസമയം മുതൽ അവകാശികൾക്ക് അതിൻ്റെ തുല്യമനുസരിച്ചല്ല ഓഹരി അനുസരിച്ച് കിട്ടണം. അതിലേക്ക് മുടക്കുന്നതും അങ്ങനെയായിരിക്കണം. അതിന്റെ കരമടക്കുന്നിടത്ത് എല്ലാ അവകാശികളും ആ കരത്തിന്റെ അവനവന്റെ വിഹിതം അതിലടച്ചിരിക്കണം. ഇങ്ങനെ അതിന്റെ വരുമാനവും അതിലേക്കുള്ള മുടക്കും മരണസമയം മുതൽ അവകാശികൾക്ക് അവകാശത്തിന്റെ തോതനുസരിച്ചാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഒന്നാമത്തെ ക്രൂരത എന്ന് പറയുന്നത് അവകാശം കൊടുക്കാതിരിക്കലാണ്, വീതം വയ്ക്കാൻ താമസിപ്പിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ കൃത്രിമമായ രീതിയിൽ കുതന്ത്രങ്ങൾ പ്രയോഗിച്ച് പ്രായം ചെന്ന ആളുകളെയും അതേപോലെ തന്നെ തൻ്റെ ഇടം കുറഞ്ഞ ആളുകളെയും ഒക്കെ പറ്റിക്കുക. തൻ്റെ ഇടം കുറഞ്ഞ ബുദ്ധി കുറഞ്ഞ ആളുകളെ പറ്റിക്കുക, പ്രായം കൂടിയവരെ പറ്റിക്കുക. അതിനുവേണ്ടി കൃത്രിമമായ വഴികൾ ഉപയോഗിക്കുക, അവർക്ക് മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുക, രേഖകൾ അങ്ങനെ കൈക്കലാക്കുക. ഇതൊക്കെ ഇന്ന് സർവ്വസാധാരണമായി മക്കൾക്കിടയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പ്രായമായ വാപ്പയെ കൊണ്ട് ഇല്ലാത്ത ഭവിഷ്യത്തുകൾ പറഞ്ഞ് വാപ്പാനെ പേടിപ്പിച്ചിട്ട് വാപ്പാനെ കൊണ്ട് ഒപ്പിടിക്കുക. വാപ്പാക്ക് ഒരിക്കലും തൃപ്തിയില്ല, വാപ്പ ഭീഷണിക്ക് മുന്നിൽ ഒപ്പിട്ടതാണ്. അല്ലെങ്കിൽ ഉറങ്ങുന്ന വാപ്പയുടെ കൈയെടുത്ത് തമ്പു പതിക്കുക.
ഒരു മകൻ തന്നെ, മറ്റുള്ളവരുടെ അനുവാദമില്ലാതെ. സ്വത്ത് കിട്ടിക്കഴിഞ്ഞാൽ വാപ്പാനെ ഉമ്മാനെ ആട്ടി പുറത്താക്കുക, പിന്നെ അവരുടെ സംരക്ഷണത്തിൽ പഴയ ശ്രദ്ധ ഇല്ലാതിരിക്കുക. അതുപോലെ തന്നെ ജീവിതകാലത്ത് ഏതെങ്കിലും ഒരു മക്കൾക്ക് വാപ്പ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മരണശേഷം കുറവ് വരുത്തുക. വാപ്പ ജീവിതകാലത്ത് അവൾക്ക് കൊടുത്തിട്ടുണ്ട്, അവളെ കല്യാണം കഴിച്ചപ്പോൾ സ്ത്രീധനം കൊടുത്തിട്ടുണ്ട്, അവൾ കുറച്ചു കൊടുത്താൽ മതി എന്ന് തീരുമാനിക്കുക. ഇതൊക്കെ ക്രൂരതകളാണ്. സ്ത്രീധനം കൊടുത്തത് വേറെ, വാപ്പ ജീവിതകാലത്ത് കൊടുത്തതൊന്നും മരണശേഷം ആരുടെയും ഓഹരിന്ന് കുറയ്ക്കാൻ പാടില്ല. ജീവിതകാലത്ത് കൊടുത്തത് വാപ്പയുടെ ഇഷ്ടമാണ്. മരണശേഷമുള്ള അനന്തര സ്വത്തിന്റെ വിതരണം എന്നുള്ളത് ജീവിതകാലത്ത് എന്ത് കൊടുത്തു കൊടുത്തില്ല നോക്കിയിട്ടൊന്നുമില്ല. അതിന് കൃത്യമായൊരു രീതി പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ രീതി അനുസരിച്ച് തന്നെ തീർച്ചയായിട്ടും അത് ഓഹരി ചെയ്തിരിക്കണം. അപ്പോ പരിശുദ്ധ ഖുർആൻ ഇത്രയധികം ചർച്ച ചെയ്തൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ താമസിച്ചു പോയി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധങ്ങളായ ഹദീസുകളിലൂടെ നമ്മെ അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത് തഅല്ലമുൽ ഫറായിദ, ദായക്രമം നിങ്ങൾ പഠിക്കണം. വഅല്ലിമു, നിങ്ങൾ പഠിപ്പിക്കുകയും വേണം. കാരണം ഫൈന്നഹു അവ്വലു ഇൽമിൻ യുൻസഉ മിൻ ഉമ്മത്തി, ഈ സമുദായത്തിൽ നിന്നും ആദ്യം ഉയർത്തപ്പെടുന്ന ഇൽമ് ഇതായിരിക്കും, ആദ്യം ഇല്ലാതാകുന്ന വിജ്ഞാനം ഇതായിരിക്കും. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈന്യംബ്രുവൻ മഖ്ബൂദുൻ, റസൂൽ പറഞ്ഞു ഞാൻ മരിച്ചു പോകും, ഞാൻ പോകും, ഞാൻ പോയിക്കഴിഞ്ഞാൽ വൈന്നൽ ഇൽമ സയഖ്ബദു, വിജ്ഞാനം അങ്ങനെ കുറച്ച് ഉയർത്തപ്പെടും. തദ്ഹറുൽ ഫിത്തൻ, ജനങ്ങൾക്കിടയിൽ ഫിത്തന ഉണ്ടാകും. അനന്തര സ്വത്തിന്റെ തർക്കത്തിന്റെ പേരിൽ ഫിത്തന ഉണ്ടാകും, വഴക്കുണ്ടാകും. അങ്ങനെ ഹത്താ യഖ്തലിഫു ഫിത്നാനി, രണ്ട് സഹോദരങ്ങൾ തമ്മിൽ തർക്കിക്കും, സ്വത്തവകാശത്തിൽ തർക്കം സംഭവിക്കും. വലാ യജിദു അഹദൻ അൻ യഖ്തലി ഫീഹിമ, അവരുടെ വിഷയത്തിൽ വിധി കൽപ്പിക്കാൻ ഒരാളെ കിട്ടൂല. ചോദിച്ചാൽ പറഞ്ഞു തരാൻ പറ്റുന്ന പണ്ഡിതൻ ലോകത്തില്ല, നമ്മുടെ നാട്ടിലില്ല. അത്രമാത്രം ഇൽമ, ഈ വിജ്ഞാനം ഇല്ലാതാക്കപ്പെടും. ചോദിച്ചാൽ ആർക്കും അറിയില്ല. അതുകൊണ്ട് നിങ്ങളത് പഠിക്കണം. നിങ്ങൾ ഇദാ തഹദ്ദസ്തും ബിൽ ഫറായിൽ, നിങ്ങൾ വെറുതെ സംസാരിച്ചിരിക്കുമ്പോൾ ഈ നിയമങ്ങളെ കുറിച്ച് ഫറായിദിനെ കുറിച്ച് പറയും എന്നൊക്കെ റസൂലുള്ളാഹി നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മൻ തഅല്ലമ ഇൽമൽ ഫറായിദി, ഇത് ആരെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ 10 അടിമകളെ മോചിപ്പിച്ചവനെ പോലെയാണ്. ഈ ഇൽമു പഠിക്കുന്നവന് 10 അടിമകളെ മോചിപ്പിച്ച കൂലിയാണ്. ഇങ്ങനെയൊക്കെ ഈ വിജ്ഞാനം പഠിക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിച്ചത് ഈ തർക്കങ്ങളും പ്രശ്നങ്ങളും ലോകത്ത് നമുക്കിടയിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇത് ശ്രദ്ധയോടെ പഠിക്കുക. ആദ്യം തന്നെ പറയുന്നൊരു വിഷയം, അനന്തര സ്വത്തിന് അറബിയിൽ പറയുന്ന പേര് തരിക്കത്ത് എന്നാണ്. തരിക്കത്ത്, തറക്ക എന്ന വാക്കിനർത്ഥം ഉപേക്ഷിച്ചു എന്നാണ്. തരിക്കത്ത് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു പോയത്, ഇട്ടേച്ചു പോയത് എന്നാണ് ഇതിനർത്ഥം. വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ട്, ലിരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂൻ. ലിരിജാലി, ആണുങ്ങൾക്കുണ്ട്, നസീബുൻ, ഒരു ഓഹരി. മിമ്മാ തറക്കൽ വാലിദാനി, അവരുടെ മാതാപിതാക്കൾ ഇട്ടേച്ചു പോയ സ്വത്തിൽ നിന്നും ആണുങ്ങൾക്ക് ഒരു ഓഹരിയുണ്ട്. ഒലിന്നിസാഇ നസീബുൻ, പെണ്ണുങ്ങൾക്കും ഒരു ഓഹരിയുണ്ട്. മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂന, മാതാപിതാക്കളും ബന്ധുക്കളും ഇട്ടേച്ചു പോയ സ്വത്തിൽ നിന്നും പെണ്ണുങ്ങൾക്കും ഓഹരിയുണ്ട്. അപ്പൊ ആണുങ്ങൾക്കും ഓഹരിയുണ്ട്, പെണ്ണുങ്ങൾക്കും ഓഹരിയുണ്ട്. മിമ്മാ അല്ല മിൻഹു, ഇട്ടേച്ചു പോയ സ്വത്ത് കുറവാണെങ്കിലും അതിലും ഓഹരിയുണ്ട്. ഔകസുറ, അത് കൂടുതലാണെങ്കിലും അതിൽ ഓഹരിയുണ്ട്. അപ്പൊ അനന്തര സ്വത്ത് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും അതിൽ പെണ്ണുങ്ങൾക്കും അവകാശമുണ്ട്, ആണുങ്ങൾക്കും അവകാശമുണ്ട്. അപ്പൊ തെരിക്കത്ത് എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച തറക്ക എന്ന വാക്കിൽ നിന്നാണ് തെരിക്കത്ത് എന്ന് വന്നിട്ടുള്ളത്. ആദ്യം അത് മനസ്സിലാക്കി. തെരിക്കത്താണ് അനന്തര സ്വത്തിന് പറയുന്ന പേര്, തെരിക്കത്ത് എന്നാണ്. നമ്മുടെ പ്രയോഗം അങ്ങനെയായിരിക്കും. ഈ മനസ്സിലാക്കേണ്ടത്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്വത്ത് മുഴുവനും അവകാശികളുടേതല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഉണ്ട്. ചില തെറ്റിദ്ധാരണകളാണ് ആദ്യം മാറ്റേണ്ടത്. വാപ്പ മരിക്കുമ്പോൾ വാപ്പാടെ പേരിലുള്ളതെല്ലാം മക്കൾക്ക് എന്നൊരു ധാരണ നമുക്കിടയിൽ തെറ്റിദ്ധാരണയാണ്. വാപ്പ മരിക്കുമ്പോൾ, ഉമ്മ മരിക്കുമ്പോൾ വാപ്പാടെ പേരിലും ഉമ്മയുടെ പേരിലുള്ള സ്വത്തെല്ലാം മക്കൾക്കാവില്ല. അതിനകത്ത് ഒരുപാട് ബാധ്യതകളുണ്ട്. ഒന്നാമതായിട്ട്, വാപ്പയുടെയും ഉമ്മയുടെയും സ്വത്തിൽ നിന്നും ഹലാലായത് മാത്രമേ മക്കൾക്കും അവകാശികൾക്കുള്ളൂ. ഹറാം ഒന്നും അവകാശികളുടേതല്ല. ഉദാഹരണം, വാപ്പ കൈക്കൂലിക്കാരനായിരുന്നു, സർക്കാർ ഉദ്യോഗസ്ഥനാണ്. കൈക്കൂലി മേടിച്ച് 1 ഏക്കർ സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട് വാപ്പ. അത് മുഴുവൻ കൈക്കൂലിയാണ്. ഈ 1 ഏക്കർ ഒരു സെന്റിന് പോലും മക്കൾക്കൊന്നും അവകാശമില്ല. ആരുടെ അടുത്ത് കൈക്കൂലി മേടിച്ചോ തിരിച്ചു കൊടുക്കണം.
വാപ്പ പലിശക്കാരനായിരുന്നു. പലിശ ഇടപാടിലൂടെ വാപ്പാടെ ഒരു 1 ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ട്. പലിശ കിട്ടിയ പൈസ. ഈ 1 ലക്ഷത്തിൽ ഒരു അവകാശിക്കും 1 രൂപയുടെ പോലും അവകാശമില്ല. ആരെടുത്ത പലിശ മേടിച്ചോ കൊണ്ടുപോയി തിരിച്ചു കൊടുക്കണം മക്കൾ. നല്ല വാപ്പാക്ക് കവറി കിടക്കാൻ പറ്റും. വാപ്പ കച്ചവടക്കാരനാണ്, പക്ഷെ കൃത്രിമ കച്ചവടമാണ്. അളവിലും തട്ടിപ്പിലൊക്കെ പറ്റിക്കും, ചതിക്കും, വഞ്ചിക്കും. ഇങ്ങനെ ഉണ്ടാക്കിയ കുറെ കാശ് വാപ്പാക്കുണ്ട്. ആ കാശിനും ഒരു മക്കളും അവകാശികളല്ല. അത് വാപ്പ വലിച്ചു കഴിഞ്ഞാൽ മക്കളെ കൊണ്ടുപോയി ആരെയൊക്കെ പറ്റിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം കൊണ്ടുപോയി കൊടുക്കുക. ഇതിനൊന്നും ആരും അവകാശികളല്ല. അതിന്റെ അവകാശി വേറെയുണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് തീരെ അവകാശികൾ അറിയപ്പെടാത്തൊരു ഘട്ടത്തിൽ ബൈത്തുൽ മാലിലേക്ക് കൊടുക്കണമെന്നും പാവങ്ങൾക്ക് സദഖ കൊടുക്കണമെന്നൊക്കെ വേറെ ചില വകുപ്പുകളുണ്ട്. ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, മാതാപിതാക്കളുടെ മരണശേഷം ഉള്ള സ്വത്ത് മുഴുവനും മക്കളുടേതല്ല. അതിൽ ഹലാല് മാത്രമേ അനന്തര സ്വത്തുള്ളൂ, ഹറാമല്ല. ഹറാം എവിടെ നിന്ന് കിട്ടിയോ ആ വഴിയിൽ അത് തിരിച്ചേൽപ്പിക്കണം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തത്, തെരിക്കത്തിൽ 4 ബാധ്യതകളുണ്ട്. ഒരാളുടെ സ്വത്തിൽ മരണശേഷം 4 ബാധ്യതകളുണ്ട്. ആ 4 ബാധ്യതകളും ഒന്ന് മുൻഗണനാ ക്രമം അനുസരിച്ച് നമ്മൾ ചെയ്യണം. ആദ്യം ചെയ്യേണ്ടത് ഈ തജ്ഹീസാണ്, മയ്യിത്തിന്റെ സംസ്കരണമാണ്. പാപ്പാടെ സംസ്കരണ ചെലവാണ് ആദ്യം വഹിക്കേണ്ടത്. പാപ്പാക്ക് കബറ് ഒഴിക്കാനും കഫന്നുണി വാങ്ങാനും അതിന് അത്യാവശ്യമായ ചെലവുകളാണ് ആദ്യം എടുക്കേണ്ടത്. അതെടുത്തിട്ടേ പിന്നെ ചർച്ചയുള്ളൂ. അവിടെ തന്നെ വാപ്പാക്ക് സ്വത്തുണ്ടെങ്കിൽ, തെരിക്കത്തുണ്ടെങ്കിൽ വാപ്പാടെ കടബാധ്യത ആരും ഏൽക്കേണ്ടതില്ല. ചിലരോട് എന്നിട്ട് പറയൂ, അല്ലെങ്കിൽ ഖത്തീബിനെ കൊണ്ട് പറയിപ്പിക്കും, പാപ്പാക്ക് കടമുണ്ട്, ഈ മോനായ ഞാൻ ഏറ്റെടുത്തു, അല്ലെങ്കിൽ മക്കളാ ഞങ്ങൾ ഏറ്റെടുത്തു. അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. വാപ്പാക്ക് സ്വത്തുണ്ടെങ്കിൽ ആരും ഏറ്റെടുക്കേണ്ട, ആ സ്വത്ത് തന്നെ ഏറ്റെടുത്തു. തെരിക്കത്തുള്ള ഒരാൾ മരിച്ചാൽ അയാളുടെ കടബാധ്യത തെരിക്കത്ത് ഏറ്റെടുത്തു. ഈ മകൻ ഏറ്റെടുത്താലും ഇല്ലെങ്കിലും തെരിക്കത്തിന്നത് പിടിക്കും. ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കടബാധ്യത ഉണ്ടെങ്കിൽ ഉടനെ അയാളുടെ സ്വത്ത് ജപ്തി ചെയ്യും, ഗവൺമെന്റ് ജപ്തി ചെയ്യും. കടം കഴിച്ചിട്ട് അവകാശങ്ങൾക്ക് കൊടുക്കുള്ളൂ, ജപ്തി വരും. അപ്പൊ സ്വത്തുള്ള ഒരാൾ മരിച്ചാൽ അയാളുടെ കടബാധ്യത ഒരു മകനും ഏറ്റെടുക്കേണ്ടതല്ല. വേണമെങ്കിൽ ഏറ്റെടുക്കാം, ഇവിടെ നിന്ന് പറയാന്നല്ലാതെ ഏറ്റെടുത്തില്ലെങ്കിൽ പോലും ആ ബാധ്യത തെരിക്കത്തിൽ ഉണ്ട്, ഏറ്റെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഏറ്റെടുത്താൽ ചില അപകടമുണ്ട്, അനുസരണം പറയുകയും ചെയ്യും. ഈ തജ്ഹീസ് എന്ന് പറയുമ്പോൾ മയ്യത്ത് സംസ്കരണത്തിന്റെ ചെലവ് ദുർവ്യയം പാടില്ല, ലുബ്ധും പാടില്ല. ഇത് രണ്ടും തെരിക്കത്തിൽ നടത്താൻ പാടില്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പുരുഷനാണെങ്കിൽ 3 വസ്ത്രം, 3-ൽ കൂടുതൽ ദൂർത്താണ്, 3-ൽ കുറയൽ ലുബ്ധാണ്. ഇത് രണ്ടും പാടില്ല. തെരിക്കത്തിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ, ഒരാൾ ദാനം ചെയ്യുകയാണെങ്കിൽ ഓക്കെ. സ്ത്രീയാണെങ്കിൽ 5 വസ്ത്രമാണ് മിതത്വം എന്ന് പറയുന്നത്. തെരിക്കത്തിൽ നിന്നും 6 വസ്ത്രം പെണ്ണിന് ഉപയോഗിക്കൽ ദൂർത്താണ്, 4 വസ്ത്രമായി കുറയ്ക്കൽ ലുബ്ധാണ്. ഇത് രണ്ടും പാടില്ല. അപ്പൊ ലുബ്ധില്ലാതെ, ദൂർത്തില്ലാതെ ആ മയ്യത്തിന്റെ സംസ്കരണത്തിന് വേണ്ടിയുള്ള ചെലവുകൾ ആദ്യം അതിൽ നിന്ന് എടുക്കണം. കൂടുതൽ എടുക്കണമെങ്കിൽ എല്ലാവരും സമ്മതിക്കണം, എല്ലാ അവകാശികളും സമ്മതിക്കണം. മീസാൻ കല്ല് തജ്ഹീസിൽപ്പെട്ടതല്ല. നമ്മളിവിടെ വെക്കുന്ന മീസാൻ കല്ലുണ്ടല്ലോ, വിലയുണ്ടല്ലോ, 19 രൂപ വിലയുണ്ടെന്ന്. അത് തജ്ഹീസിൽ പെടില്ല. കബറ് തിരിച്ചറിയാൻ വേണ്ടി ഒരു അടയാളം വെക്കുന്ന, ഒരു കല്ല് വെക്കുന്ന രീതി ഉണ്ട്. അതിന് വിശ്വാസം ചെയ്തിട്ടുണ്ട്. ഒരു സഹാബി മരിച്ച സമയത്ത് കബറിന്റെ മുകളിൽ കല്ല് വെക്കാൻ വേണ്ടി, കല്ലെടുക്കാൻ വേണ്ടി ഒരു സഹാബിയെ വിളിക്കും. അദ്ദേഹം പോയിട്ട് പറഞ്ഞു, നബിയെ ഞാൻ എടുത്ത പൊങ്ങൂല പോലെ. റസൂലുള്ളാഹി ചെന്നിട്ട് ഇങ്ങനെ കൈ പൊക്കി പിടിച്ച്, കൈ പൊക്കി വെച്ചിട്ട് റസൂലുള്ളാഹി ഇങ്ങനെ കല്ലെടുത്തോണെന്ന് ആ സഹാബിയുടെ കബറിനോട് വെക്കുന്നുണ്ട്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു മരിച്ച സമയത്തും വലിയൊരു കല്ലാണ് കബറിന്റെ മുകളിൽ അടയാളം വെച്ചത്. ഇത് കബർ തിരിച്ചറിയാൻ വേണ്ടിയാണ്. നമ്മുടെ നാട്ടിൽ വെക്കുന്ന ഈ വിലയുള്ള ഈ കല്ല് തജ്ഹീസിന്റെ ഭാഗമല്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ സംസ്കരണത്തിൽ നിന്ന് എടുക്കണമെങ്കിൽ എല്ലാ അവകാശികളുടെയും അനുവാദം ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞതിനർത്ഥം. അതുപോലെ 3-ാം സിയാറത്തിന് കൊടുക്കുന്ന ചായ, കടി, ഇതൊന്നും തജ്ഹീസിൽ പെടില്ല. അതൊക്കെ എല്ലാ മക്കൾക്കും, എല്ലാ അവകാശികൾക്കും പൊരുത്തം, അല്ലെങ്കിൽ അതൊന്നും അതിനുവേണ്ടി എടുക്കാൻ പാടില്ല. കാരണം അത് വാപ്പയുടെ അവകാശികൾക്ക് കിട്ടേണ്ടതാണ്, തജ്ഹീസിന്റെ ഭാഗമല്ല. 40-ഓ 7-ഓ ഒക്കെ നടത്തുമ്പോഴുള്ള ചെലവുകളൊന്നും എല്ലാവർക്കും പൊരുത്താണെങ്കിലേ ചെയ്യാവുള്ളൂ. ആർക്കെങ്കിലും പൊരുത്തക്കേടുണ്ടെങ്കിൽ അതൊന്നും തജ്ഹീസിന്റെ ഭാഗമായിട്ട് വരൂല എന്ന് മനസ്സിലാക്കി. വാപ്പാക്ക് വേണ്ടിയല്ലേ ഞാനങ്ങ് തീരുമാനിക്കുന്നു, മൂത്ത മകന് പറയാൻ അവകാശമില്ല. എല്ലാവരുടെ അവകാശികളുടെ അനുവാദം ഉണ്ടാകണം, എന്നാലേ പറ്റും. അതേപോലെ തന്നെ ഈ
രണ്ടാമത് ചെയ്യേണ്ട കാര്യം കടം വീട്ടലാണ്. ഒന്ന് തജ്ഹീസ്, അത് കഴിഞ്ഞാൽ പിന്നെ തരിക്കത്തിൽ നിന്നും കടം വീട്ടുക എന്നുള്ളതാണ് രണ്ടാമതായി ചെയ്യേണ്ടത്. കടം രണ്ട് തരമുണ്ട്. അള്ളാഹുവിനുള്ള കടമുണ്ട്, മനുഷ്യർക്കുള്ള കടമുണ്ട്. ഹനഫി മദ്ഹബ് അനുസരിച്ച് മുന്തിക്കേണ്ടത് ജനങ്ങൾക്കുള്ള കടത്തിനാണ് പ്രധാന പരിഗണന. ഷാഫി മദ്ഹബ് അനുസരിച്ച് അള്ളാഹുവിനുള്ള കടത്തിനാണ് പ്രഥമ പരിഗണന. രണ്ട് മദ്ഹബിലെ വ്യത്യാസമുണ്ട്. ഒരാൾ മരിച്ചാൽ ഹനഫി മദ്ഹബ് അനുസരിച്ച് അള്ളാഹുവിനുള്ള കടമുണ്ട്, ജനങ്ങൾക്കുള്ള കടമുണ്ടെങ്കിൽ ഹനഫി മദ്ഹബിൽ മുന്തിക്കേണ്ടത് ജനങ്ങൾക്കുള്ള കടമാണ്, അള്ളാഹുവിനുള്ള കടമല്ല. ഷാഫി മദ്ഹബിൽ അള്ളാഹുവിന്റെ കടത്തിന് മുൻഗണന കൊടുക്കണം, ബാക്കിയുണ്ടെങ്കിലാണ് ജനങ്ങളുടെ കടം വീട്ടേണ്ടത്. ഇത് മദ്ഹബിന്റെ വ്യത്യാസം. ഏതാണ് ഈ അള്ളാഹുവിനുള്ള കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അള്ളാഹുവിനുള്ള കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ സക്കാത്ത്, ഹജ്ജ്, നേർച്ച, കഫാറത്ത്, ഇതൊക്കെ പടച്ചോനുള്ള കടങ്ങളാണ്. പാപ്പ ഹജ്ജ് ചെയ്തിട്ടില്ല, ഹജ്ജിനുള്ള പൈസ എടുത്ത് മാറ്റി വെക്കണം. പാപ്പ നേർച്ചയാക്കിയിട്ടുണ്ട്, നേർച്ച വിടാനുണ്ടെങ്കിൽ നേർച്ചയാക്കിയത് എത്രയാണോ അതെടുത്ത് മാറ്റി വെക്കണം. പാപ്പയ്ക്ക് സക്കാത്ത് കൊടുക്കാനുണ്ട്, സക്കാത്തിന്റെ മുഴുവൻ സംഖ്യ എടുത്ത് മാറ്റി വെക്കണം. പാപ്പ കഫാറത്ത് വിടാനുണ്ട്. കഫാറത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സത്യം ചെയ്തിട്ട് ലംഘിച്ചാൽ അതിന് പ്രായജിത്വമുണ്ട്. ഭക്ഷണം കൊടുക്കലാണ് സാധുക്കൾക്ക്. റമദാനിലെ നോമ്പ് ഒരാൾ ശാരീരിക ബന്ധം മുഖേന നഷ്ടപ്പെടുത്താൻ അതിന് കഫാറത്തുണ്ട്. ഒരടിമയെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കുക, അല്ലെങ്കിൽ 60 മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കുക. ഇതാണ് കഫാറത്ത്. അപ്പോൾ അപ്പാക്ക് അങ്ങനെ ഒരു കഫാറത്ത് ഉണ്ടെങ്കിൽ ആ കഫാറത്തുള്ള പൈസ എടുത്ത് മാറ്റിവെക്കണം. അള്ളാഹുവിനുള്ള ബാധ്യതയാണ് ആദ്യം ഷാഫി മദ്ഹബിൽ മുന്തിക്കൽ. ദൈനുല്ലാഹി അഹഖു, പടച്ചോന്റെ കടമാണ് വീട്ടാൻ ഏറ്റവും അർഹതയുള്ളത്. പടച്ചോന്റെ കടം വീട്ടിയിട്ട് ബാക്കിയുണ്ടെങ്കിൽ പടപ്പുകളുടെ കടം വീട്ടുകയാണെന്നുള്ളതാണ് ഷാഫി മദ്ഹബിന്റെ നിലപാട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കടത്തിന്റെ കാര്യത്തിൽ നമുക്ക് വലിയ ശ്രദ്ധയുണ്ടാകണം. ഇന്ന് പല ആളുകളും ഇവിടെ ഇങ്ങനെ വന്നു നിന്ന് പറയും, അതൊരു ഫോർമാറ്റിക്ക് വേണ്ടിയുള്ള പറച്ചിലാണ്. പാപ്പാടെ കടമൊക്കെ ഞാൻ ഏറ്റവും പറയും, പുറത്തിറങ്ങിയിട്ട് ചോദിച്ചാൽ കിട്ടില്ല. അത് രണ്ട് തെറ്റാണ്. ഒന്ന് ഇവിടെ നിന്ന് കള്ളം പറയുന്നു, 2 വാഗ്ദാനം ലംഘിക്കുന്നു. മുനാഫിഖിന്റെ ലക്ഷണം കൂടിയാണ്. അതുകൊണ്ട് കൊടുക്കാൻ എന്നെ കൊടുക്കണം, ഇത് കൊടുക്കണം, അല്ലെങ്കിൽ വാപ്പാക്ക് കവറിൽ സൊസൈറ്റി കിടക്കാൻ കഴിയില്ല. വിശ്വദാസൻ കടത്തെ സംബന്ധിച്ച് പറഞ്ഞ വാക്കൊക്കെ, ഒരു പെണ്ണ് ഒരാളുടെ കവറിലൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു പെണ്ണ് വന്ന് റസൂലിനോട് പറഞ്ഞു, റസൂലെ എനിക്ക് മരിച്ചാൽ 2 ദിർഹം കടം മേടിച്ചിട്ട് തരാനെന്ന് പറഞ്ഞു. 2 ദിർഹം. അപ്പൊ തെളിവുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ മയ്യത്തിന്റെ അഹലിയാരി ചോദിച്ചു, പെണ്ണിനോട് തെളിവുണ്ടോ? വാപ്പ 2 ദിർഹം മേടിക്കുന്നതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചു. പെണ്ണ് തെളിവൊന്നുമില്ല, വാപ്പ മേടിച്ചിട്ടുണ്ട്, എനിക്ക് 2 ദിർഹം കിട്ടണമെന്ന് പറഞ്ഞു. റസൂൽ പറഞ്ഞു, കൊടുത്തേക്ക്. ഈ 2 ദിർഹമിനൊന്നും ആരും കളവ് പറയില്ല, കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പൊ എല്ലാത്തിനൊന്നും തെളിവുണ്ടായിക്കൊള്ളുന്നില്ല. പെട്ടെന്നുണ്ടാകുന്ന കടമിടപാടുകൾക്ക് ചില തെളിവുണ്ടായിക്കൊള്ളും. അപ്പൊ അങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞാൽ നമ്മളെ കടം വീട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കാരണം നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദൈനിഹി, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ശരീരം കടവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കടം വീട്ടിയില്ലെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. കടം വലിയൊരു പ്രശ്നമാണ്. ഒരിക്കൽ ഒരാൾ മരിച്ചു, റസൂൽ നിസ്കരിക്കാൻ നേരത്ത് കടമുണ്ടോ എന്ന് ചോദിച്ചു. കടമുണ്ടെന്ന് പറഞ്ഞു. നിസ്കരിച്ചില്ല. ഒരു സഹാബി പറഞ്ഞു, ഞാൻ ഏറ്റു കടം തുടങ്ങി, ഞാൻ ഏറ്റു തുടങ്ങി. നിസ്കരിച്ചു റസൂൽ. പിറ്റേന്ന് ആ സഹാബിയെ കണ്ടപ്പോൾ റസൂൽ ചോദിച്ചത് കടം വീട്ടിയെന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. ഇന്നലെ മരിച്ചാലുള്ളൂ, സമയമുണ്ടല്ലെന്ന് പറഞ്ഞു. റസൂൽ പറ്റില്ല, വിടാൻ പറഞ്ഞു. പിറ്റേ ദിവസം കണ്ടപ്പോൾ ചോദിച്ചു വീട്ടിയെന്ന് ചോദിച്ചാൽ വീട്ടിയെന്ന് പറഞ്ഞു. അൽ ആന ബരീദത്ത് ജിൽദത്തു, ഇപ്പോഴാണ് ആ മനുഷ്യന്റെ തൊലിയിലേക്ക് ഒരു നനവെത്തിയത്. മയ്യത്തിന്റെ തൊലിയിലേക്ക് ഒരു നനവെത്തിയത് ഇപ്പോഴാണ്. കടം വീട്ടിയപ്പോഴാണ്. കടം വീട്ടിയില്ലെങ്കിൽ മയ്യത്ത് കബറിൽ ശിക്ഷിക്കപ്പെടും അതിന്റെ പേരിൽ. അതുകൊണ്ട് കടം വീട്ടുന്ന കാര്യത്തിൽ അള്ളാഹു രക്തസാക്ഷിക്ക് എല്ലാം പുറത്തു കൊടുക്കും, പക്ഷേ കടം പുറത്തു കൊടുക്കൂല. കടബാധ്യത അള്ളാഹു പൊറുക്കൂല. വിശ്വാസം പറയുന്നുണ്ട്, മൻ ഖാറക ദുനിയ വഹുവ ബരീഉ മിൻ സലാത്തിൻ, 3 കാര്യങ്ങളില്ലാതെ ഒരാൾ മരിച്ചുപോയാൽ അയാൾക്ക് സ്വർഗം കിട്ടും. 3 തെറ്റുകളില്ലാതിരുന്നാൽ മതി. ഒന്ന് ചതി, വഞ്ചന. ആളുകളെ ചതിച്ചിട്ടും വഞ്ചിച്ചിട്ടുമില്ല. അങ്ങനെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മരണശേഷം, മരിച്ചതിന് ശേഷമാണ് ആൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി നമ്മൾ പൊറുക്കലിനെ തേടുക, അയാൾക്ക് വേണ്ടി സദഖ ചെയ്യുക, അങ്ങനെയൊക്കെ അത് പരിഹരിക്കാൻ ശ്രമിക്കുക. മരിച്ചുപോയ ആളാണെങ്കിൽ, ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ അയാളെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കുക, ആ ചതിച്ചത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറാവുക. ഒന്ന് ചതിവഞ്ചനാണ്, ഒരൂര്. രണ്ടാമത്തത് കിബറാണ്, അഹങ്കാരമുണ്ടെങ്കിൽ അല്ലാഹു തആല അവനെ സ്വർഗത്തിൽ കടത്തിയത്. മൂന്നാമത്തത് ദൈൻ, കടമാണ്. കടമുള്ളവനെ അല്ലാഹു ഒരിക്കലും സ്വർഗത്തിൽ കടത്തില്ല. ഈ 3 കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മുക്തരായിരിക്കണം. അതുകൊണ്ട് മാതാപിതാക്കളെ, നമ്മുടെ ഉറ്റവരുടെ സ്വത്തിൽ നിന്നും കടം വീട്ടുന്ന കാര്യത്തിൽ നമ്മൾ ഗൗരവമായി ശ്രദ്ധിക്കണം. ഷാഫി മദ്ഹബിൽ പറഞ്ഞല്ലോ, അള്ളാഹിന്റെ കടമാണ് ഏറ്റവും വീട്ടേണ്ടത്. ഏറ്റവും പ്രധാനമായിട്ടും അള്ളാഹിന്റെ കടങ്ങളിൽ നമ്മുടെ നാടുകളിലേക്ക് വീട്ടാതെ പോകുന്നത് ഏതായിരിക്കും? സക്കാത്തായിരിക്കും. സക്കാത്തായിരിക്കും. ഇപ്പൊ വാപ്പാക്കൊരു കടയുണ്ട്,
പേട്ട ടൗണിൽ ഒരു കടയുണ്ടെന്ന് വിചാരിക്കുക വാപ്പയ്ക്ക്. കട തുടങ്ങിയിട്ട് 40 കൊല്ലമായി. ഈ 40 കൊല്ലം വാപ്പ സക്കാത്ത് കൊടുത്തിട്ടില്ല. എത്ര സക്കാത്ത് വരും? ഒരു കൊല്ലം എത്ര സക്കാത്ത് കച്ചവടത്തിന്റെ? 2.5%. ഒരു കൊല്ലം 2%. 2 കൊല്ലമായപ്പോഴോ 5%. 10 കൊല്ലമായപ്പോഴോ 25%. 20 കൊല്ലമായപ്പോഴോ 50%. 40 കൊല്ലമായപ്പോഴോ 100%. 40 കൊല്ലം വാപ്പ ഈ കടയിൽ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ കട ആരുടെയായി? നാട്ടിലെ പാവപ്പെട്ടവരുടേതായി. ഞങ്ങോട്ട് പോകണ്ട. അതിന്റെ താക്കോല് ഫക്കീർ മിസ്കിൻ ഏൽപ്പിച്ചിട്ട് വീട്ടിലേക്ക് പോയാൽ മതി. മനസ്സിലായില്ലേ? 40 കൊല്ലം ഒരു വാപ്പ കട നടത്തിന് സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആ കടയിലേക്ക് മക്കൾ പോകണ്ട. പാവപ്പെട്ടവന്റെ കയ്യിലെ താക്കോല് കൊടുത്തിട്ട് വീട്ടിലേക്ക് പോയാൽ മതി. കടയിലൊന്നും അവനില്ല. ഇതാണ് സക്കാത്തിന്റെ അവസ്ഥ. 10.5 പവൻ സ്വർണം ഒരു പെണ്ണിന്റെ കയ്യിലുണ്ട്. 40 കൊല്ലം സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഉമ്മാടെ 10.5 പവന് വേണ്ടി മക്കള് കടിപിടി കൂടണ്ട. ആ 10.5 പവൻ ആരുടേതായി? പാവപ്പെട്ടവന്റെ. കാരണം ഒരു വർഷം 2%. 40 വർഷം കൊണ്ട് 10.5 പവനും ആരുടേതായി? ഫക്കീർ മിസ്കിന്റേതായി. ഇനി അതിൽ മക്കൾക്കൊരു അവകാശമില്ല. അതാണ് ഞാൻ പറഞ്ഞ വാപ്പയും ഉമ്മ മരിക്കുമ്പോൾ കാണുന്നതല്ല മക്കളുടെയാന്ന് വിചാരിക്കരുത്. അതിന് നാട്ടിൽ ഒരുപാട് അവകാശങ്ങൾ ഉണ്ടാവും. അതൊക്കെ നമ്മൾ വീട്ടേണ്ടി വരും. ഇവിടെ നിന്ന് ഈ മയ്യത്ത് ഇവിടെ വെച്ചിട്ട് പറഞ്ഞാലുള്ള കുഴപ്പമൊന്നും. ഈ വാപ്പക്ക് 2 കടയുണ്ടെന്ന് വിചാരിക്കുക. എന്നാൽ ഇവൻ എന്ത് ചെയ്യേണ്ടി വരും? 2 കടയ്ക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ വാപ്പാടെ കട മേറ്റു എന്ന് മൂത്ത മകൻ പറഞ്ഞാൽ ഇവന്റെ കയ്യിൽ നിന്ന് കാശ് കാശ് വാപ്പാടെ സ്വത്ത് മുഴുവനും വീട്ടിയാലും തീരൂല. ഇവൻ പിന്നെ എടുത്ത് വീട്ടേണ്ടി വരും. അപ്പൊ പറയാതിരിക്കലാണ് നല്ലത്. മയ്യത്തിന് തെരിക്കത്തുണ്ടെങ്കിൽ മയ്യത്ത് ഏറ്റോളും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടാൻ കഴിയണം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് വെറുതെ വെറും വാക്ക് പറയരുത്. ഉള്ള ഗൗരവമുള്ള വിഷയം. ഇനി നമുക്ക് ഹനഫി മദ്ഹബിലേക്ക്. ഹനഫി മദ്ഹബിൽ അള്ളാഹുവിന്റെ കടത്തിനേക്കാൾ പ്രാധാന്യം ഏതിനാണ്? മനുഷ്യരുടെ കടത്തിനാണ്. മനുഷ്യരുടെ കടം എന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് കൊടുക്കാനുള്ള കട. അള്ളാഹിന്റെ കട ഏതാണ്? ഒരാൾ നിസ്കരിച്ചിട്ടില്ല, നിസ്കാരം കളാനുള്ള ഒരാള് ഹനഫി മദ്ഹബ് അനുസരിച്ച് അയാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു നിസ്കാരത്തിന് 2 മുദ്ദ് വീതം പാവങ്ങൾ കൊടുക്കണം. നോമ്പ് പിടിച്ചിട്ടില്ലെങ്കിൽ ഒരു നോമ്പിന് 2 മുദ്ദ് വീതം പാവങ്ങൾക്ക് കൊടുക്കണം. വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമാണ്. വസിയത്ത് വാപ്പ മരിക്കും മുമ്പ് മോനെ എനിക്ക് ഇത്ര നിസ്കാരം കളയുണ്ട്, എനിക്ക് ഇത്ര നോമ്പ് കടമുണ്ട്, നിങ്ങൾ ഇത് വീട്ടണമെന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അനന്തര സ്വത്തിൽ നിന്നും ഒരു നോമ്പിന് ഒരു നിസ്കാരത്തിന് 2 മുദ്ദ്, ഒരു നോമ്പിന് 2 മുദ്ദ് വച്ച് വീട്ടൽ ആ മക്കൾക്ക് അവകാശികൾക്ക് നിർബന്ധമാണ്. വസിയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമില്ല, സുന്നത്തുമാണ്. സുന്നത്തും ഇതാണ് ഹനഫി മദ്ഹബ് അനുസരിച്ച് കടം വീട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ ഏതായിരുന്നാലും ഈ കടബാധ്യത എന്നുള്ളത് അതീവ ഗൗരവമായ ഒരു വിഷയമായിട്ട് നമ്മൾ ഏതായിരുന്നാലും മനസ്സിലാക്കണം. അത് വീട്ടിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? സ്വത്ത് വീതിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പാടുള്ളൂ. ഇനി മൂന്നാമത്തെ കാര്യം വസിയത്ത്. 1 മയ്യത്ത് സംസ്കരണം, 2 കടം വീട്ടല്, 3 വസിയത്ത്. മക്കൾക്ക് എടുക്കാനായിട്ടില്ല, മക്കൾക്ക് എടുക്കാൻ ഇനിയുണ്ട്. മൂന്നാമത്തെ കാര്യം സ്വത്തിൽ നിന്നും വസിയത്ത് നടപ്പിലാക്കണം എന്നുള്ളതാണ്. ഈ മാതാപിതാക്കൾ മരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാര്യം നമ്മളോട് വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, വസിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? തന്റെ സ്വത്തിൽ നിന്നും ഒരു വ്യക്തിക്കോ ഒരു സ്ഥാപനത്തിന് കൊടുക്കണമെന്ന് ജീവിതകാലത്ത് പറയുന്നതിനാണ് വസിയത്ത് എന്ന് പറയുന്നത്. പുത്തമ്പള്ളിക്ക് എന്റെ സ്വത്തിൽ നിന്ന് 2 സെന്റ് കൊടുത്തേക്കണം എന്ന് ഒരാൾ പറഞ്ഞു, അല്ലെങ്കിൽ പുത്തമ്പള്ളിയിലെ ഇമാമിന് ഒരു 2 സെന്റ് കൊടുത്തേക്കണം എന്ന് പറഞ്ഞു. ഇതെന്താണ്? വസിയത്ത്. വ്യക്തിക്കും വസിയത്ത് ചെയ്യാം, സ്ഥാപനത്തിനും വസിയത്ത് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ വസിയത്ത് എന്ന് പറഞ്ഞാൽ അത് ഒന്നിരിക്കലത് സാക്ഷി നിർത്തി പറയണം. ജീവിതകാലത്ത് വാപ്പ പറയുകയും അതിന് സാക്ഷി നിർത്തുകയും വേണം. അല്ലെങ്കിൽ ജീവിതകാലത്ത് എഴുതി റെക്കോർഡാക്കണം, അല്ലെങ്കിൽ കൃത്യമായി ആരെങ്കിലും പറഞ്ഞേൽപ്പിക്കാം. അല്ലാതെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായതുകൊണ്ട് വസിയത്താവില്ല. വസിയത്തിന് കൃത്യമായ രേഖകൾ ഉണ്ടായിരിക്കും. അങ്ങനെ വസിയത്ത് ഉണ്ടെങ്കിൽ ആ വസിയത്ത് എന്ത് ചെയ്യണം? നടപ്പിലാക്കണം. പള്ളിക്കോ മദ്രസയ്ക്കോ സ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ ആർക്കാണോ വസിയത്ത്, ആ വസിയത്ത് നടപ്പിലാക്കണം. ഇപ്പോ വാപ്പ മരിച്ചു കഴിഞ്ഞപ്പോൾ പള്ളി കമ്മിറ്റി എന്നിട്ട് മോനോട് പറഞ്ഞു, മോനെ ഇന്നെ കടമുറി പള്ളിക്ക് പുത്തമ്പള്ളിക്ക് കൊടുക്കണം എന്ന് വാപ്പ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മോൻ പറഞ്ഞു പള്ളിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മോൻ പറഞ്ഞു, ആ പുത്തമ്പള്ളിക്കെന്നൊന്നും പറഞ്ഞിട്ടില്ല, പള്ളിക്കെന്നല്ലേ പറഞ്ഞിട്ടില്ല. പുത്തമ്പള്ളി കമ്മിറ്റിക്കാരോട് പറയാണ്, പള്ളിക്കെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, പുത്തമ്പള്ളിക്കെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ശരി. എന്നിട്ട് ഒരു പള്ളിക്കും കൊടുത്തതുമില്ല, ഒരു പള്ളിക്കും കൊടുത്തതുമില്ല. ശരി. വസിയത്തും വാപ്പാടെ വഖഫും ഇതെല്ലാം മക്കൾ നിർബന്ധമായി പാലിക്കണം. അതൊക്കെ നമുക്ക് തൽക്കാലം ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കാം.
വാപ്പാക്ക് കബറിൽ സ്വസ്ഥത ഉണ്ടാവില്ല, നമുക്ക് പരലോകത്തും സ്വസ്ഥത ഉണ്ടാവില്ല. ഒരു വസിയത്ത് നടപ്പിലാക്കുക എന്നുള്ളത്, വസിയത്ത് നടപ്പിലാക്കുമ്പോൾ തന്നെ 1/3 കൂടുതൽ വസിയത്ത് നടപ്പിലാക്കേണ്ട കാര്യമില്ല. ആകെ സ്വത്തിന്റെ 1/3 വസിയത്ത് ബാധകമാണ്. 1/3 കൂടുതൽ വസിയത്ത് കറാഹത്തുമാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്വത്ത് മുഴുവനും പള്ളിക്കും മദ്രസയ്ക്കും കൊടുത്തിട്ട് മക്കളെ അനാഥരാക്കരുത്. മക്കളുടെ പിനാക്കുണ്ടാവില്ല. വിശ്വാസങ്ങളോട് സഅദ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു മകള് മാത്രമേ ഉള്ളൂ, കുറച്ച് സമ്പത്തുണ്ട്. അദ്ദേഹം വന്ന് നബിയോട് പറഞ്ഞു, നബി എനിക്കൊരു മകളല്ലേ ഉള്ളൂ, ഞാൻ അത്തസദ്ദഖു ബിജമീഇ മാലി, എൻ്റെ സമ്പത്ത് മുഴുവൻ ഞാൻ സദഖ ചെയ്യാൻ പോകുന്നു. ഒരു മകളല്ലേ ഉള്ളൂ, സമ്പത്ത് അത്യാവശ്യമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ഞാൻ സ്വീകരിക്കൂല, സമ്പത്ത് മുഴുവൻ സദഖ ചെയ്താൽ ഞാൻ സ്വീകരിക്കൂല, അതെനിക്ക് വേണ്ടത് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഫസ്സുലുസൈനി, എന്നാൽ 2/3 സദഖ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. 1 മുഴുക്ക് കിട്ടും. റസൂലുള്ളാഹി പറഞ്ഞില്ല, അത് പറ്റൂല. പകുതി കൊടുത്തേക്കട്ടെ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി അത് ഞാൻ സമ്മതിക്കൂല, പകുതിയും വേണ്ട. അപ്പോൾ അയാൾ പറഞ്ഞു, സഅദ് റളിയല്ലാഹു പറഞ്ഞു, എന്നാ എത്രയാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, സുലുസ് 1/3 കൊടുത്താൽ മതി. സുലുസ് കസീർ, 1/3 തന്നെ കൂടുതലാണ്, 1/3 കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. കാരണം എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ആ വാക്ക് ശ്രദ്ധിക്കാം. ഇന്നക അൻ തദഅ വറസതക അഗ്നിയ ഖൈറു മിൻ അൻ തദറഹു ആലതൻ യതകഫഫൂന നാസ. സഅദേ, നീ എല്ലാം ഇങ്ങനെ സദഖ ചെയ്തിട്ട് നീ മരിച്ചുപോയി, നിന്റെ കാലശേഷം നിന്റെ മക്കൾ ഇങ്ങനെ തെണ്ടി നടക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അവർക്ക് എന്തെങ്കിലും മിച്ചം വെച്ചിട്ട് മരിക്കുക എന്നുള്ളത്? നീ മരിച്ചു പിറ്റേന്ന് മുതൽ അവരിങ്ങനെ യാചിക്കാൻ ഇറങ്ങുക, അതിനേക്കാൾ നല്ലതല്ലേ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് മരിച്ചു എന്നുള്ളത്? മാതാപിതാക്കൾ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ബാക്കിയാക്കിയിട്ട് മരിക്കണം, എല്ലാം ദൂരത്തടിക്കരുത്. മാതാപിതാക്കൾക്ക് ചെലവഴിക്കാൻ അധികാരമുണ്ട്, എത്ര മിതമായി അവർക്ക് ചെലവഴിക്കണം. അത് ചെലവ് കഴിഞ്ഞ് ബാക്കിയുള്ളത് തീർച്ചയായിട്ടും മക്കൾക്ക് കിട്ടുന്ന രീതിയിൽ അവരത് ബാക്കിയാക്കിയിട്ട് പോകണം. ഇൻഷാ അല്ലാഹ് അതിന്റെ തുടർച്ചയായ ചില കാര്യങ്ങൾ കൂടി ഇൻഷാ അല്ലാഹ് നാളെ സംസാരിക്കാം. അല്ലാഹു തആല ഇതെല്ലാം കൃത്യമായി പഠിച്ച് നമ്മുടെ വീടുകളിൽ നാടുകളിൽ പ്രശ്നങ്ങളില്ലാതെ ഇസ്ലാമിക ശരീരത്തെ അനുഷ്ഠിക്കുന്ന രീതിയിൽ ഇതിന്റെ താഴെക്കടം നാം നിർവഹിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്.